താങ്ക് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദൈവം നമുക്കൊരു സമയം കൂടെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കിന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഈ 2 Corinthians 12:9. അത് നമുക്കെല്ലാം കാണാപ്പാടെ അറിയാവുന്നതും മിക്ക വീടുകളിലും എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. 2 Corinthians 12:9. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കുന്നു. ഇതിന്റെ ആദ്യ ഭാഗമാണ് മിക്ക വീടുകളിലും നമ്മൾ ബോർഡായിട്ട് തൂക്കി വച്ചിരിക്കുന്നത്. എന്റെ കൃപ നിനക്ക് മതി. പക്ഷെ പൗലോസ് ഇത് പറയുമ്പം പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞത് എന്നുള്ളതിന് ഒരു അല്ലെങ്കിൽ പൗലോസിന്റെ ചിന്തകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. ഞാൻ അതാണിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞിട്ട് പൗലോസിന് അത് ശരിക്കും അറിയായിരുന്നു. എങ്ങനെയാണ് കൃപ എനിക്ക് കിട്ടുന്നത്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ കൃപ എന്നെ എന്താണ് ആക്കി തീർക്കുന്നതെന്ന്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാല്, പൗലോസിന് കിട്ടിയ ഒരു വലിയ വെളിപ്പാടിനെ കുറിച്ച് കൊരിന്ത്യരിലെ വിശ്വാസികളോട് പറയുകയാണ്. പ്രശംസിക്കുന്നതിനകത്ത് ഒരു പ്രയോജനവും ഇല്ല, എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവാണ്. വേറൊന്നിനുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ സംസാരിക്കുന്ന വചനങ്ങളൊക്കെ ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ചിന്തകൾ അല്പം കൂടെ ഒരു 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 ആക്സെപ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കാരണം അവർ കൊരിന്ത്യരിലെ വിശ്വാസികൾ ക്രിസ്തു പൗലോസിൽ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതിന് തുമ്പ് അന്വേഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ആ വെളിപ്പാടിനെ കുറിച്ചെല്ലാം പറഞ്ഞ് താഴെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ ഞാൻ ബലഹീനതകളിലല്ലാതെ ഒന്നും പ്രശംസിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകയില്ല, സത്യമാണല്ലോ പറയുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ, അതിൻ്റെ വെളിപാടിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, അത് പക്ഷെ ഒരു ഒരു എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യങ്ങൾ പറയുന്നത്. 7-ാം വാക്യത്തിൽ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഇത്രമാത്രം ദൈവകൃപയും വിളിയും ദർശനവും ദൈവത്തിന് വേണ്ടിയുള്ള എരിവും ഉള്ള പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് കിട്ടിയ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപക്ഷെ നിഗളിയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കുത്താനായിട്ട് സാത്താന്റെ ഒരു ദൂതനെ തന്നെ ദൈവം അയച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ചില സമയങ്ങളിൽ ദൈവം സാത്താന്റെ ദൂതന്മാരെ ഉപയോഗിക്കാറുണ്ട്. ഇസ്രായേലിലെ ഒരു രാജാവിനെ വഴിതെറ്റിക്കാൻ വേണ്ടി 400 പ്രവാചകന്മാരുടെ വായിലെ 400 പ്രവാചകന്മാരുടെ വായിൽ ബോഷ്കിന്റെ ആത്മാവായിട്ട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് ചെന്നിരുന്നു. ദൈവത്തിന്റെ പർപ്പസ് ആത്യന്തികമായിട്ട് ഈ ഭൂമിയിൽ ദുഷ്ടന്മാരിലൂടെയാണെങ്കിലും ശിഷ്ടന്മാരിലൂടെയായാലും നിറവേറുന്നത്. അങ്ങനെയുള്ളൊരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് അതെന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പൊ കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ അയച്ചതായത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ അനുവദിച്ചതാണിത്, അത് നിനക്ക് ഗുണയേ ചെയ്യുള്ളൂ, നീ വിചാരിക്കുന്ന പോലെ വിഷമിക്കണ്ട അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു. പൗലോസ് എന്നെ കുത്തുന്ന ആ ഒരു സാത്താന്റെ ദൂതൻ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിന് വേണമെങ്കിൽ, പ്രാർത്ഥനാവീരനായിരുന്ന പൗലോസിന് പ്രാർത്ഥിച്ച് അങ്ങ് ഒഴിവാക്കാമായിരുന്നു. പൗലോസിന് വേണമെങ്കിൽ 1000 തവണ പ്രാർത്ഥിക്കാമായിരുന്നു. വിശ്വാസ വീരനും കൂടെ ആയിരുന്നുകൊണ്ട് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അത് നിർത്തി. കാരണം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പ്രാർത്ഥന തുടരണോ അതോ നിർത്തണമോ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി അവന്റെ ജീവിതത്തിൽ കിട്ടി.
അതുകൊണ്ട് വ്യർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ചിലപ്പോൾ ഒക്കെ ഞാൻ പെന്തക്കോസ്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ദൈവഹിതമാണെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഒരുപക്ഷെ അത് വ്യർത്ഥ പ്രാർത്ഥനയായി മാറും. പൗലോസിന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഉറപ്പ് കിട്ടി, ഇത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു സാധനമാണ്, ഇതെന്റെ നന്മയ്ക്കാണ് ദൈവം തന്നിരിക്കുന്നത്, ഇത് മാറാനായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ചെന്നൊരു അബദ്ധത്തിൽ ചാടുന്നതിനേക്കാൾ നല്ലത് അതവിടെ ഇരുന്നോട്ടെ, അതെന്നെ താഴ്മയിൽ സൂക്ഷിക്കുമെങ്കിൽ കർത്താവെ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഇത് നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു. മൂന്നിൽ കൂടുതൽ പ്രാർത്ഥിച്ചില്ല. 3 ആയപ്പോഴത്തേക്കും അവന്റെ ഹൃദയത്തിൽ നിർണയങ്ങൾ ഉണ്ടായി. അവൻ അറിയാമായിരുന്ന ദൈവഹിതമാണെങ്കിൽ തന്നെ, എങ്കിൽ തന്നെയും മാനുഷികമായ പ്രകൃതി കഴിയുമെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു. അതും നമ്മൾ സാക്ബറിൽ നിന്ന് കേട്ടിട്ടുള്ള പോലെ ആ ഫെലോഷിപ്പ് കട്ടാവുന്നതിലാണ് പ്രശ്നം. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഒരു മാർഗം ഉണ്ടോന്ന് വെച്ചാൽ, പിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം 3 മണിക്കൂർ നേരത്തേക്ക് വിച്ഛേദിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് പക്ഷെ പിതാവിന്റെ ഇഷ്ടത്തിന് എപ്പോഴും സമർപ്പിക്കപ്പെട്ട ഒരു മകനായിരുന്നു യേശു. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് അപ്പുറമായിട്ടുള്ള ഒന്നും, അതിനി നരകത്തിൽ 3 ദിവസം പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അതുപോലും ഞാൻ തയ്യാറാണ്. എന്തും തയ്യാറായിട്ടുള്ള ഒരു സമർപ്പണമായിരുന്നു യേശുക്രിസ്തുവിന്റെ സമർപ്പണം. അതുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന് നല്ല ഉറപ്പായി ഇത് ദൈവത്തിന്റെ ഹിതത്താലുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഇതാണ് ദൈവത്തിന്റെ ഹിതം. അതുകൊണ്ട് പിന്നെ പ്രാർത്ഥിച്ചില്ല. പൗലോസും ഇത് ദൈവത്തിന്റെ ഹിതത്തിൽ എനിക്ക് നന്മയ്ക്ക് വേണ്ടി എൻ്റെ സുരക്ഷയാണിത്, ഇത് മാറിപ്പോയാൽ ശരിയാവത്തില്ല എന്ന് നല്ല ഉറപ്പ് കിട്ടിയപ്പം പൗലോസും 3 വട്ടേ പ്രാർത്ഥിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവന് വലിയൊരു വെളിപ്പാട് ആ കാര്യത്തെക്കുറിച്ച് കിട്ടി. അതെന്താണ്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന നിർത്തുമ്പോഴാണ് ഇത് എന്തിനാണ് ദൈവം അയച്ചതെന്നുള്ളതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു കൊച്ചിന് എന്തിനാണ് അവനെ ഇങ്ങനെ നിർബന്ധിച്ച് സ്കൂളിൽ വിടുന്നതെന്ന് ഒരു ദിവസം മനസ്സിലാകുന്ന അന്ന് അവന്റെ ജീവിതം മാറും. അവൻ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങും. ഹോംവർക്ക് ചെയ്തോന്ന് ചോദിച്ച് പല പ്രാവശ്യം പുറകെ നടക്കേണ്ട കാര്യമില്ല, ഹോംവർക്കൊക്കെ ചെയ്തിരിക്കും. എവറിത്തിങ് ഈസ് എ ഡിഫറൻസ് ഈസ് ദയർ, ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ. അതുപോലെ പൗലോസിന് ഒരു കാര്യം പിടുത്തം കിട്ടി. അപ്പൊ പൗലോസ് പറഞ്ഞു, പൗലോസിനോട് ദൈവം സംസാരിച്ച കാര്യമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു. അതായത് ബലഹീനനായിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് നിന്നിലേക്ക് എൻ്റെ ശക്തി പകരാൻ പറ്റുള്ളൂ, എന്നെ തന്നെ പകർന്നു തരാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ എന്നെ തന്നെ പകർന്നു തരുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ് നിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഈ ബലഹീനത നിനക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു. അത് പൗലോസിന് നന്നായി മനസ്സിലായി. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ മറ്റെന്തിനേക്കാളും ഒരു കാര്യം പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാനൊരു പ്രാർത്ഥനാ വീരനായി അറിയപ്പെടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച വിടുതലുകളുടെ ഒരു പട്ടിക എനിക്ക് ഉണ്ടാക്കി അതെൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ വലുത് എൻ്റെ ബലഹീനതകളിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ നിറവാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പൗലോസിന് അതായിരുന്നു പൗലോസ് ഈ പറയുന്നത് ഇവിടെ. അതായിരുന്നു അവന്റെ ആഗ്രഹവും. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ബലഹീനനായിരിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെ തന്നെ വസിക്കാൻ വേണ്ടി. അതുകൊണ്ട് 10-ാം വാക്യം, ഇനി എങ്ങനെയാണ് ഈ ബലഹീനനായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തൻ. ഞാൻ ഇനി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കയ്യേറ്റം ചെയ്യുന്നവരോ ബുദ്ധിമുട്ടിക്കുന്നവരോ അപവാദം പറയുന്നവരോ എന്നെ തെറ്റിദ്ധരിക്കുന്നവരോ എൻ്റെ നന്മയെ കളവായിട്ട് പറയുമ്പോഴോ ഞാൻ സാധാരണഗതിയിൽ വളരെ നന്നായി അല്ലെങ്കിൽ സിൻസിയറായിട്ട് എന്നാൽ ചെയ്യുന്ന വിധത്തിൽ ചെയ്യാറുണ്ട്. എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ജോലി ചെയ്യാറില്ല. ഒരു പ്രാവശ്യം വന്ന ഒരാളെന്നെ അതിന് വിരോധമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ അങ്ങ് രക്തം തിളച്ചു എന്ന് നമ്മൾ പറയുന്ന പോലെ തിളച്ചു. കാരണം
അത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്ക് വാദിക്കാൻ എൻ്റെ ഉള്ളിൽ ശക്തിയായിട്ട് വന്നു. അത് മാത്രം എന്നെ കുറിച്ച് പറയാൻ പാടില്ല. വേറെ ഇപ്പൊ തെറ്റൊന്നും മിസ്റ്റേക്ക് ഒന്നും എന്നൊക്കെ പറഞ്ഞ സാരമില്ല. പക്ഷെ സിൻസിയർ അല്ല എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. എന്ന മറ്റുള്ള ഒരു ആർഗ്യുമെന്റ് സ്പിരിറ്റിലേക്ക് ഞാൻ പോയി. പിന്നെ ഞാൻ മനസ്സിലാക്കി അതും അതും സ്വയത്തിന്റെ അത് എൻ്റെ ഒരു വേറൊരു സ്വയമാണ്. അത് ഒരു ഇതാണ്. എന്തുകൊണ്ട് നമുക്ക് നിന്ന ഏറ്റുകൂടാ? എന്തുകൊണ്ട് അപവാദങ്ങൾ ഏറ്റുകൂടാ? എന്തുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഏറ്റുകൂടാ? എന്തുകൊണ്ട് അന്യായം സഹിച്ചുകൂടാ? പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അന്യായം ഒരു സഹോദരനിൽ നിന്ന് സഹിക്കുന്നില്ല? നിങ്ങൾ എന്തിന് ന്യായത്തിന് വേണ്ടി ജാതികളുടെ കോർട്ടിലേക്ക് പോകുന്നത്? ഇത് ഇങ്ങനെ ഒരു അന്യായം ഉണ്ടാകുന്നത് തന്നെ പോരായ്മയാണ് നിങ്ങൾക്ക്. നിങ്ങൾക്കൊരു സഹോദരനെ കുറിച്ച് അന്യായം തോന്നുന്നത് തന്നെ പോരായ്മയാണ്. ദൈവം അനുവദിക്കാതെ ഒരു ശരീരത്തിലെ ഒരു അവയവം ഒരു ഏഹ്, ദോഷമായിട്ടൊന്നും ചെയ്യില്ല. നമ്മുടെ കയ്യെ തന്നെ ഒരു മുറിവുള്ളപ്പം മറ്റേ കൈ ചെന്ന് ഞെക്കി കളയുന്നത് പോലെ അന്യായമല്ലത്. അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അത് അന്യായമല്ലാത്തത്. ഞാൻ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട വലിയ വ്യക്തി അല്ലെങ്കിൽ ചിലപ്പം അന്യായമായിരിക്കാം. അന്യായം ചിലപ്പോൾ അന്യായം തന്നെയായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതാണ്. കഴിഞ്ഞ ദിവസം മോള് വന്നിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അവള് കോളേജിൽ പോയപ്പോഴാണ്, അവള് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെയും വില അറിഞ്ഞത്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്നേഹമൊക്കെ വർദ്ധിച്ചു എന്ന് പറഞ്ഞു, വളരെ വർദ്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ച് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് പാക്ക് ചെയ്തെല്ലാം കൊടുക്കുന്നതിന്റെ സന്തോഷമായി. വീട്ടിലിരുന്നപ്പം ചുമ്മാ കയ്യും കെട്ടിയിരുന്ന് കഴിക്കുന്നതിന്റെ ആ ഒരു ഓർത്ത് നന്ദിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് മമ്മി അങ്ങാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു, അല്ലല്ല, അവിടെയുള്ള പിള്ളേരുടെ അരക്ഷിതാവസ്ഥ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എത്ര നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അവര് വഴക്കുണ്ടാക്കുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് അവരെ കെയർ ചെയ്യുന്ന ആരുമില്ല. വീട്ടിൽ പോകണമെന്ന് ഓർക്കില്ല. അഥവാ വല്ല കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് നീ നോക്കിക്കൊള്ളാന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഒരു കെയർ ഒന്നുമില്ല. അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ വീട്ടിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നതിൽ എനിക്ക് പരിഭവം ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ എൻ്റെ മമ്മിയുടെയൊക്കെ സഹോദരിമാരുടെ വീട്ടിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവരും വിശ്വാസികളാണ്. ഞാൻ അവരുടെ വീട്ടിലൊന്നും ഉറങ്ങാനൊന്നും ഞാൻ വിടാറില്ല. പോയാൽ തിരിച്ചു വരണമായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്തത് കൊണ്ട് അവൾക്ക് അന്ന് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഇങ്ങനെ അത് റിയലാന്ന് പറയാൻ കാരണം, അവള് എന്നിട്ട് ദൈവം അവളോട് ചോദിക്കുന്ന പോലെ അവൾക്കൊരു തോന്നല്. എന്നിട്ട് അവള് പറഞ്ഞു, ഇനി എനിക്കൊരു ജന്മം തരികയാണെങ്കിൽ ഞാൻ ഈ അപ്പനെയും അമ്മേനെയും തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന്. അപ്പൊ അത് അന്നേരം എനിക്ക് മനസ്സിലായി അത് റിയലാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഡേയ്സി വൈഫിനോട് പറഞ്ഞു, അവളങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ നല്ല പെർഫെക്റ്റ് പാരൻസ് ആണെന്നൊന്നും അതിനർത്ഥമില്ല. അത് കാണിക്കുന്നത് ആ വ്യക്തി ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണെന്നും ദൈവം നോക്കിക്കാണുന്നത് പോലെ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നോക്കിക്കാണാനായിട്ട് തുടങ്ങി എന്നുള്ളത് മാത്രമാണ് അത് കാണിക്കുന്നത്. അവിടെ മനസ്സ് പുതുക്കപ്പെടാൻ പരിശുദ്ധാത്മാവിന് അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നോക്കിക്കാണുന്നത് പോലെ കാര്യത്തെ നോക്കിക്കാണും. അത് നമ്മുടെ പെർഫെക്ഷനായിട്ടോ നമ്മളെ കൊണ്ട് നമ്മൾ നല്ലവരാണെന്നോ ഒരു ചിന്ത വരാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. പൗലോസിനും തൻ്റെ ജീവിതത്തിലേക്ക് അനേകരെ അയക്കുന്ന കഷ്ടതകളും കയ്യേറ്റങ്ങളും നിന്ദകളും പരിഹാസങ്ങളും എല്ലാം അത് ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ തുടങ്ങി. വേറെ പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാനറ്റോറിയത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ വേറൊരു കണ്ണാടി നമുക്ക് തരും നോക്കി കാണാനായിട്ട്. അപ്പം നക്ഷത്രമൊക്കെ വളരെ അടുത്ത് കാണുന്ന പോലെ കാണാം. അതുപോലെ ചെറിയതിനെ വലുതാക്കി കാണിക്കുന്ന പോലെ എന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ അത് കാണാനായിട്ട് ഒരു കണ്ണാടി നമുക്ക് തരും. ആ കണ്ണാടിയിലോട് ഉപയോഗിച്ച് അതുകൊണ്ട് പോയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വേസ്റ്റ്, അത്രയും പൈസ മുടക്കി നമ്മൾ അതിനകത്ത് കയറിയിരുന്ന് കാണുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ ദൈവത്തിന് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് ഈ ദൈവം തരുന്ന ഒരു കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്കൊരു ഒരു നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമ്മുടെ, അതായത് സ്വാഭാവിക ദൃഷ്ടിയിലൂടെ ആയിരിക്കും അവർ കാണുന്നത്. വേറെ സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവർ സ്വഭാവേന ഗ്രഹിക്കുന്നവരാകിയാൽ തങ്ങളുടെ വഴിയെ വഷളാക്കി കളയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു നാച്ചുറൽ കണ്ണാ ഉള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ വഴി ഒരു വഷളായിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ജീവനും ഇല്ല, സമാധാനം ഇല്ല, ഉള്ള ജീവനും കൂടെ ചോർന്നു പോവുമായിരിക്കും. അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും സന്തോഷമൊന്നുമില്ല ഈ സഭയിൽ, ഞാൻ എന്നാൽ അവിടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അവിടെ ചെന്നാലും ഇല്ല, അപ്പുറത്ത് ചെന്നാലും ഇല്ല, എവിടെ ചെന്നാലും ഇല്ല. അത് നമ്മൾ അവസാനം പറയും, എവിടെ ആരും ജീവിക്കുന്നവരില്ല, അവസാനം നമ്മൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ നമ്മൾ വേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ
എവിടെയും കാണുന്നില്ല. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താ? നമ്മുടെ കണ്ണാടിയാണ് നഷ്ടപ്പെട്ടത്. പൗലോസിന് ആ കണ്ണാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും കാര്യങ്ങൾ പിടുത്തം കിട്ടി. എന്തിനാ ദൈവം ഇത് അയച്ചിരിക്കുന്നതെന്ന് ബോധ്യം കിട്ടി. എൻ്റെ ഉള്ളിൽ നിഗളം വരാതിരിക്കാനായിട്ടാണ്. ഞാനൊരു ഞാനൊരു ജഡത്തിലാണ് വസിക്കുന്നത്. എപ്പോഴും എങ്ങനെയും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ജഡത്തിലാണ് ഞാൻ വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടെ ഇരിക്കുന്നു. പണ്ട് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എൻ്റെ 20s അന്ന് നോർവേയിൽ നിന്ന് പ്രായമുള്ള ഒരു സിഗാർഡ് ബ്ലാറ്റ്ലി എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ ബാംഗ്ലൂർ വന്നായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ അവിടെയുള്ള ഒരു കൂട്ടായ്മയിൽ സംസാരിക്കാനായിട്ട് പോയി, ബാംഗ്ലൂർ ചർച്ചിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു. വർത്തമാനം നല്ല അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അറൗണ്ട് എബോവ് 70ക്ക് മുകളിൽ, അറൗണ്ട് 80ക്ക് അടുത്ത് ഏജ് ഉണ്ട്. അപ്പോൾ അന്ന് അവിടെ ബസ്സിലാണ് പോയത്. അപ്പം ബസ്സിൽ കയറിയപ്പം അദ്ദേഹം ബസ്സിൽ കയറിയിട്ട് ഏറ്റവും പുറകിലത്തെ സീറ്റിൽ പോയത്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്കെല്ലാം അത്ഭുതമായി. എന്തെന്നും പറഞ്ഞ് വേറെ എന്തിനാ അവിടെ ഇരിക്കുന്നത്, കുലുങ്ങും കൊണ്ട് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, വേണ്ട, അവിടെ ഞാൻ കുറച്ച് കളർ കാണുന്നുണ്ട്. ഐ ആം എ വീക്ക് പേഴ്സൺ, ഐ വാണ്ട് ടു സീറ്റ് ഹിയർ. ചെറുപ്പക്കാർക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അത് അദ്ദേഹത്തിന്റെ വലിയ പ്രസംഗങ്ങളൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എത്ര പ്രായമായാലും ജഡത്തിന്റെ വീക്ക്നെസ്, നമ്മൾ എത്ര ആത്മീയമായി സ്ട്രോങ് ആയാലും ജഡത്തിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് ധാരണയുള്ളൊരു വ്യക്തിയായിരിക്കും ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതൻ. അല്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പൗലോസിന് നന്നായി ബോധ്യമായതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ അതുകൊണ്ട് കയ്യേറ്റം, ബുദ്ധിമുട്ട്, കഷ്ടം, സഹമൊക്കെ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, നമുക്ക് ഈ കാര്യം ശരിക്കും മനസ്സിലായോ? നമ്മൾ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ബൈബിളിന്റെ പുസ്തകത്തിലും ചിലപ്പം താളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ശരിക്കും പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവെന്നാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക എന്നുള്ളത് ഒരു ബോധം കിട്ടിയ ആളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരും. അവർ അടുക്കും ചിട്ടയും വന്നു, ഹോംവർക്ക് പറയാതെ ചെയ്യുന്നു, പുറകെ നടക്കണ്ട, പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടിനോടും നിന്ദയോടും ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന നഷ്ടങ്ങളോടും ഇനി എൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വേറെ പറഞ്ഞ എൻ്റെ പ്രതികരണങ്ങളാണ് ഈ വാക്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പം ഞാൻ ജഡത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ ദൈവം അയച്ചിരിക്കുന്ന ഈ കാര്യങ്ങളോട് ഞാൻ തെറ്റായിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അന്നേരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃപ ലഭിക്കത്തില്ല. അല്ലെങ്കിൽ കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി എനിക്ക് ലഭിക്കുകയില്ല. എനിക്ക് ദൈവത്തിൻ്റെ അമാനുഷികമായിരിക്കുന്ന കഴിവ്, എന്നെ താങ്ങി നിർത്തുന്ന കഴിവ് എനിക്കറിയില്ല. നമുക്കറിയാം, നമുക്ക് ഒരു വസ്തുവിനെ നമ്മൾ പൊക്കുമ്പം നമ്മളൊരു ശക്തി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയാലേ അത് പൊക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? ഭൂമി അതിൻ്റെ സെന്ററിലേക്ക് എല്ലാ വസ്തുവിനെയും ആകർഷിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ശക്തി ഞാൻ ആ വസ്തുവിന് നൽകുമ്പോൾ മാത്രമേ ഉള്ളൂ ആ വസ്തു പൊങ്ങുന്നുള്ളൂ, അതിനെ താങ്ങി നിർത്താനും പറ്റുള്ളൂ. അതുപോലെ അത് ലഭിക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ബലഹീനനായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ബലഹീനനായിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അത് ശരിക്കും മനസ്സിലായെന്നുള്ളതിൻ്റെ തെളിവ് ദൈവം എന്നെ ബലഹീനനാക്കാൻ അയക്കുന്ന സാഹചര്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണങ്ങളായിരിക്കും അത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇടർച്ച വരാതിരിക്കുക അസാധ്യം, എന്നാൽ ഇടർച്ച വരുത്തുന്നവനോ അയ്യോ കഷ്ടം, അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളയണമെന്ന് പറയുന്നുണ്ട്. ആ വരുത്തുന്നവന്റെ കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു പോകണ്ട. വരാതിരിക്കുക അസാധ്യം. അപ്പം നമ്മൾ ഒരുമിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഞാനിവിടെ സഹോദരന്മാരോട് പറയാറുണ്ട്, ഒരു മെഗാ ചർച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് നല്ല ഒരു പാട്ടായിരിക്കും, ഒരു കൊയറുണ്ടാവും അവിടെ പാടാനായിട്ട്. അതുകൊണ്ട് പാട്ടിന്റെ ഒരു അരമണിക്കൂറോളം അവർ പാടി അങ്ങ് ഒരു പ്രത്യേക ഒരു അനുഭവത്തിലേക്ക് ഉണ്ടാവും. മിക്കപ്പോഴും യൂത്ത് എല്ലാം അത് കഴിയുമ്പോൾ അങ്ങ് ഒരു പ്രസംഗം കേൾക്കാൻ നിൽക്കാറുണ്ട്. പിന്നെ പാസ്റ്റർ പ്രസംഗിക്കും. അപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ, മിഡിൽ ഏജും അതുപോലെയുള്ള കുറച്ചുകൂടെ പ്രായമുള്ളവരൊക്കെ അവിടെ ചർച്ചിലുണ്ടായിരിക്കും. യൂത്ത് എല്ലാം തന്നെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അവരവിടെ പ്രസംഗം കേട്ട് അവരിങ്ങി പോരുക. അപ്പോൾ എന്നിട്ട് അവർ വിചാരിക്കും അവർക്ക് ചർച്ചിനകത്താണ് ഭാഗമായി എന്നൊക്കെ പറയും. ഈ ചർച്ചിനകത്ത് ഇത് കഴിഞ്ഞിട്ട് മെഗാ ചർച്ചിലാവുമ്പോൾ പിന്നെ അവർ തമ്മിൽ കാണുന്നില്ല. കാരണം ഒത്തിരി പേരുള്ളതുകൊണ്ട് പിന്നെ അടുത്ത ആഴ്ചയോ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ആ ഒരാളെ കണ്ടുമുട്ടുന്നത്, അങ്ങനെ അടുത്തിരിക്കുന്നതായിട്ട്. അപ്പോൾ
അപ്പം നമ്മൾ ഈ കുറച്ച് പേരായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഒരയാൻ തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ ജഡത്തെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. ആ കാണുന്ന സമയത്താണ് നമ്മൾ ബലഹീനമാകാനായിട്ട് നമ്മൾ മനഃപൂർവ്വമായി തിരഞ്ഞെടുക്കണം. നമുക്കറിയാമല്ലോ, നമുക്കൊരു ഇച്ഛ തന്നിട്ടുണ്ട് ദൈവം, നമ്മുടെ വില്ല്. അത് ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിച്ചപ്പം ദൈവം മനുഷ്യനെ നൽകിയ, വേറെ ആർക്കും അത് കൊടുത്തിട്ടില്ല. ആ സ്വതന്ത്രമായ ഇച്ഛയിൽ, മോറൽ ബീങ്, നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ സമീപനം ദൈവം കാണുന്നത് പോലെ, അവന്റെ കണ്ണിലൂടെ നോക്കി കാണുന്നത് പോലെ കണ്ട് പ്രതികരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ദൈവം തന്റെ ശക്തി എൻ്റെ മേൽ അയക്കുന്നത്. ആദ്യം എൻ്റെ വില്ല് അതിന് കൊടുക്കണം, എൻ്റെ ഇച്ഛ ഞാൻ തിരഞ്ഞെടുക്കണം. കർത്താവെ, ഞാൻ അതിന് തയ്യാറാണ്. അപ്പോൾ എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറയാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശക്തമായ പ്രേരണ നമ്മുടെ ഉള്ളിൽ വരും. ആ വരുന്ന സമയത്ത് നമ്മുടെ അതിനെ അങ്ങ് അടക്കുക, വേണ്ട. ചിലപ്പം ഈ കിരീടം ഇല്ലാതെ രാജാക്കന്മാരാകുന്ന ആൾക്കാരെ നമ്മൾക്ക് അറിയാമല്ലോ. നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാവും. അവരുടെ കയ്യിൽ അവർക്ക് ഒരു ബോസൊന്നും അല്ല, ആരുമല്ല. പക്ഷെ എന്നാലും ബോസിനേക്കാളും വലിയ ബോസ് പോലെയൊക്കെ നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യും. ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പോകുന്ന അകത്ത് നമുക്ക് ചിലപ്പോൾ തിരിച്ചൊന്നും പറയുന്നില്ലായിരിക്കും. കാരണം ജോലി ചിലപ്പം പോയെങ്കിലോ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ നീതികേടാന്നൊക്കെ അറിയാൻ ചിലപ്പം. എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ആ സമയത്ത് അതിനെ അങ്ങ് ക്രഷ് ചെയ്യണം, അതിനെ അങ്ങ് തകർക്കാൻ അനുവദിച്ചു കൊടുക്കണം. അനുവദിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. ശക്തി ദൈവം തന്നോളും. പക്ഷെ തെരഞ്ഞെടുക്കുന്നത് വരെ, യേസ് എന്ന് പറയുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം പ്രസിഡന്റിനെയൊക്കെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ജനം തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത് ആ സ്പീക്കറുടെ മുമ്പിലും പ്രസിഡന്റിന്റെ മുമ്പിലും അല്ലെങ്കിൽ പാർലമെന്റിൽ ചെന്ന് അത് ഒരു പ്രതിജ്ഞ ചെയ്യാനുണ്ട്. ആ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചവർ ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവരുടെ അപ്പുറത്ത് ഇപ്പുറത്ത് അംഗരക്ഷകന്മാർ, ഓതറൈസ്ഡ് ആയിരിക്കുന്നവർ, ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നു. പിന്നെ അവർ പറയുന്ന വാക്കൊക്കെ അതൊരു കൽപ്പനയാണ്. അത് എഴുതിയെടുത്ത് അതേപടി അത് ഓർഡറായിട്ട്, എക്സിക്യൂട്ടീവ് ഓർഡറായിട്ടോ എന്ത് ഓർഡറായിട്ടാണെങ്കിലും അതെടുത്ത് അപ്പം തന്നെ എത്തേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ആ ഓർഡർ നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ ആൾക്കാർ സന്നദ്ധരാകുകയും ചെയ്യുന്നു. പക്ഷെ ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്തു എന്നുള്ളതും ശരിയാ. പക്ഷെ അവിടെ ചെന്ന് അത് പറയുന്നത് വരെ ആ അതോറിറ്റി അവിടെ ഇല്ല. നമ്മൾ ഇതുപോലെ ദ ചോയ്സ് ഓഫ് ദ വില്ലുണ്ട്. ആ ചോയ്സ് ഓഫ് ദ വില്ല് ദൈവത്തിന് കൊടുക്കുന്നത് വരെ നമുക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യരുത്. നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. പണ്ടൊരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സാക്ബർ ഇങ്ങനെ മറുപടി പറഞ്ഞു. ഏതോ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തോട് ഇങ്ങനെ വിട്ടുപോകാനായിട്ട് ഒരു സിന്നിന്റെ മേൽ ഓവർകം ചെയ്യാനായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല, നമ്മുടെ ഇച്ഛ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉദാഹരണം പറഞ്ഞ്, ഒരു മനുഷ്യന്റെ തോളിൽ ഒരു ഓന്തിരിക്കുക. ആ ഓന്ത് അവിടെ ഇരിക്കുന്നത് വലിയ നാണക്കെട്ട ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഓന്തിനെ തിരിച്ചറിയാൻ ചിലർ പറഞ്ഞാൽ ആ ഇരിക്കുന്ന ഓന്താണല്ലോ, നീ എന്തിനാ ഇതിനെ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അപ്പൊ അത് പറഞ്ഞു, എനിക്കിത് കളയണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം, ഇത് പോണം, ഇത് വിട്ട് കളയണം എന്ന് എൻ്റെ ആഗ്രഹം, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആക്ച്വലി ഇദ്ദേഹത്തിന് ഈ ഓന്ത് അവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹമല്ല. ഈ ഓന്ത് ഇളകുമ്പോൾ ഒക്കെ ഒരു സുഖമൊക്കെ ഉണ്ട്, അത് ആയിട്ട് അങ്ങനെ പോകണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് ഈ ഓന്തിനെ വിട്ടു പോകണമെന്ന് അപ്പൊ പലരും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കും തോന്നി തുടങ്ങി ഇത് മോശമാണ്. അപ്പൊ ദൈവത്തോട് പറഞ്ഞ്, എനിക്കിത് മാറണം, എനിക്കിത് വിട്ടു മാറണം, എനിക്ക് എൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ് കർത്താവേ, വിട്ടു മാറണം, ഇത് പോകണം, ഇതില്ലാതെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഒരിക്കൽ ദൈവം ഒരു മാലാഖ അയച്ചു. മാലാഖ വന്നിട്ട് ചോദിച്ചു, നിനക്ക് വാസ്തവമായിട്ട് ഈ ഓന്തിനെ കളയാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞ്, ഞാൻ അതിനുവേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ ഞാൻ ഇത്ര ദിവസം ഉപസിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പം മാലാഖ പിന്നെയും ചോദിച്ചു, എന്റെ ചോദ്യം ഏസോർണോയാണ്, അങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത്, അങ്ങനെയുള്ള ഒരു ചോദ്യമാണിത്, നിനക്കിത് മാറ്റിക്കളയാൻ നീ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അവന് ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ബലം പ്രയോഗിച്ചാ പറഞ്ഞത്. ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ 90% അത് കീപ്പ് ചെയ്യണം എന്നായിരുന്നു. അത് പറയലും മാലാഖ അവരോ ആ ഓന്തിനെ പിടിച്ചിട്ട് ഒറ്റ പറക്കൽ പറിച്ച് അത് ദൂരെ കളഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തില് അപ്പൊ ആ ഓന്ത് അവിടെ നിന്ന് പോയപ്പോ കുറച്ച് മാംസകഷ്ണം കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, ഒരു വേദനയും ഉണ്ടായി. അത് അതുപോലെ അവിടെ നിൽക്കുകയായിരുന്നു കുറെ നാളെ പറ്റിപ്പിടിച്ച്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ള ശരിയാ. ദൈവം ആർക്കും മുഖപക്ഷം കാണിക്കത്തില്ല.
അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കും, നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിടുവിക്കുന്നു പറഞ്ഞാൽ വിടുവിക്കുക തന്നെ ചെയ്യും, മുഖപക്ഷമില്ല ദൈവത്തിന്. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ കുറവോ സമർപ്പണത്തിന്റെ കുറവോ നമ്മുടെ ഇച്ഛ ദൈവത്തിന് വിട്ടുകൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരു കാലത്തൊക്കെ കോപിക്കരുതെന്ന് എനിക്ക് നമ്മൾ ഇവിടെ വന്ന പിന്നെ അതിന്റെ ഗൗരവം മനസ്സിലായി തുടങ്ങി. അപ്പൊ കോപിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തും, പക്ഷെ കോപം വരുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് എന്റെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കോപിച്ചില്ലെങ്കിൽ ഈ പിള്ളേര് അനുസരിക്കുകയില്ല എന്നുള്ള ചിന്തയാണ് എന്റെ ഉള്ളിൽ. അത് കിടക്കുന്നത് കൊണ്ട് ഞാൻ 100% ഇത് വിടണമെന്ന് ഇതിന്മേലൊരു ജയം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം 100% എനിക്ക് അത്ര ആഗ്രഹമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കോപിച്ചില്ല ഇവരെ എങ്ങനെ കേൾക്കും, പേടിയുണ്ടാവും അവർക്ക് എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ഒരു തലോടൽ അതിന്മേൽ വെച്ചിരുന്നു, ഒരു ചെറിയ ശതമാനം. അതുകൊണ്ട് തന്നെ എനിക്ക് വിജയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരാഴ്ചയിൽ ചിലപ്പം ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ആയിരിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുന്നത്, ഈ പൊട്ടിത്തെറിക്കുന്നത്. ആ പൊട്ടിത്തെറിക്കൽ ഉഗ്രനായിരിക്കും. അത് 7 പ്രാവശ്യം 7 ദിവസവും കോപിച്ചതിന് തുല്യമാണ്. അതിനേക്കാളും ഭീകരമായിട്ടായിരിക്കും ആ കോപം വരുന്നത്. അപ്പോൾ അത് എന്തായാലും കാരണമെന്ന് വെച്ചാൽ എനിക്ക് അതിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാകും, ഒരു ഒരു തലോടലുണ്ടാകും. അതില്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ ശരിയാവും എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് കർത്താവ് എന്നെ സഹായിക്കാതിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മടുക്കുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്യും, ശരിക്കും മടുക്കുന്നത് വരെ. പണ്ടൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പം നമ്മൾ മലയാളികളായിരുന്നു, നമുക്കറിയാലോ, പൂച്ച നമ്മുടെ എല്ലാം വീട്ടിലുണ്ട്. നാടൻ പൂച്ച കേട്ടോ, നമ്മുടെ ഇവിടുത്തെ ആദ്യം പൂച്ചയല്ല. അപ്പൊ ആ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് വീട്ടിൽ തന്നെയായിരിക്കും. അപ്പൊ അതിനെ ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അകത്തായിരിക്കും വിസർജനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പം അമ്മമാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് ആ ചെറിയ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ അതിന്റെ മൂത്രത്തിലിട്ട് മുട്ടിച്ചിട്ട് 2 അടിയൊക്കെ കൊടുത്തിട്ട് വിടും. പിന്നെ അതിന് മനസ്സിലായി ഈ ചെയ്യുന്നത് എന്തോ വലിയ കുഴപ്പമുള്ള കാര്യമാണ്, അത് കാരണം അത് പിന്നെ അവിടെ ചെയ്യത്തില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെ ആ ഇതിന്റെ ആ ഒരു വാസന എത്ര വൃത്തികെട്ടതാണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ചില സമയത്ത് മൂക്ക് കുത്തി വീഴാൻ അനുവദിച്ചു നിൽക്കും ചില കാര്യങ്ങളിലൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഇതിനെ വെറുക്കാൻ തുടങ്ങുന്നത് അത്രയും വേഗത്തിൽ നമ്മുടെ വിക്ടറി കിട്ടും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, എന്തുകൊണ്ടാണ് ഈ ബലഹീനത നമ്മുടെ ലൈഫിൽ വരാത്തത്? നമ്മൾ മടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ബലഹീനനല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ഓന്ത് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബില്ല് കൊടുത്തിട്ടില്ല, എൻ്റെ ഇച്ഛ ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് ദൈവത്തിന് ഞാൻ തീരാധാരം എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് പോലെ എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ ദൈവത്തിന് പറ്റാത്തത്. അപ്പൊ ഇന്ന് നമുക്ക് ഈ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുന്നു. എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കാനുള്ള കാരണം എനിക്ക് അത്രത്തോളം ശക്തി കിട്ടുമല്ലോ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളൊരു സാധനം വിട്ട് കളഞ്ഞാൽ മാത്രമേ വേറൊരു സാധനത്തെ നമുക്ക് കൈപ്പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് നമ്മൾ വിട്ട് കളയണം. വാച്ച്മാനിയുടെ ഒരു ആർട്ടിക്കിളിലാണ് ഞാനത് വായിച്ചത്. കക്ഷത്തിലുള്ളത് വെച്ചോണ്ട് ഒരിക്കലും ഉയരത്തിലുള്ളത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ വിട്ട് കളയുമ്പോഴാണ് ദൈവത്തിന് തന്റെ ശക്തി നമ്മുടെ മേൽ പകരാൻ പറ്റുന്നത്. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ കയ്യേറ്റം, നിന്ന, ഉപദ്രവം ഇതെല്ലാം എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിരിക്കുന്നു. ഇനി നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ എളുപ്പം സഹായിക്കാൻ പറ്റും. ഇപ്പൊ കയ്യേറ്റവും നിന്നയൊക്കെ വരുമ്പോൾ ബലഹീനനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവിക ശക്തിയിൽ അത് സാധ്യമല്ല. പക്ഷേ ഞാൻ ഒരു റൈറ്റ് ചോയ്സ് ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് എന്നെ എളുപ്പം സഹായിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് റൈറ്റ് ചോയ്സ് എൻ്റെ വില്ല് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ദൈവത്തിന് എന്നെ ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല. പണ്ട് എ.ഡബ്ല്യു. ടോസർ ഒരിക്കല് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് നിന്നെ മാനസാന്തരപ്പെടുത്താൻ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചേക്കാം, നിനക്ക് വേണ്ടി ഒരിക്കലും മാനസാന്തരപ്പെടാൻ പറ്റില്ല, അത് നീ ചെയ്യണം എന്ന് പറഞ്ഞു. ദൈവത്തിന് നിന്നെ രക്ഷിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. പക്ഷെ മാനസാന്തരത്തിന് ദൈവത്തിന് മരിക്കാൻ പറ്റും, പക്ഷെ നിനക്ക് വേണ്ടി മാനസാന്തരപ്പെടാൻ പറ്റില്ല. നീ വേണം, അത് വേണം, നിന്റെ ഇച്ഛയെ നീ അതിനായിട്ട് ഉപയോഗിക്കണം. നിന്റെ ഇച്ഛകൾ നീ തെരഞ്ഞെടുക്കണം. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്, ഈ പാപം എനിക്ക് വേണ്ട എന്ന് ഞാൻ എൻ്റെ ഇച്ഛ ആ കാര്യത്തിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിർത്തി ദൈവത്തോട് പറയുകയും സമർപ്പിക്കുകയും ചെയ്യണം. നമ്മൾ പലപ്പോഴും സമർപ്പണം എന്നൊക്കെ പറയുമ്പോൾ വെറും വാക്കിലേ അതുള്ളൂ. സമർപ്പണത്തിന് എപ്പോഴും ഒരു ത്യാഗമുണ്ട് അതിന്റെ പിന്നിൽ. ആ ത്യാഗം കൊടുക്കാൻ നമ്മൾ എന്നാന്ന് പോലും അറിയത്തില്ല, എന്നതാ കൊടുക്കേണ്ടതെന്ന് പോലും അറിയില്ല.
എല്ലാ ദൈവമേ ഞാനിത് ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്നൊക്കെ പറഞ്ഞ് പാടി ചിലപ്പോൾ അങ്ങനെ പാടുമ്പോഴത്തേക്കും ആ ഈരടിയിലൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയും പാടുന്നവരുടെ വോയിസിന്റെ പിച്ചും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ഒരു തരം തരംഗം എനിക്കൊരു ഫീലിംഗ് ആയിട്ട് കിട്ടിയെന്നിരിക്കും. ഞാൻ വിചാരിക്കും ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലിപ്പിങ്ങ് വന്ന് ഇന്ന് തൊട്ട് സറണ്ടർ ഒക്കെ ദൈവം ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരണമെന്നില്ല, വരികയില്ല. സറണ്ടർ ശരിക്കും സറണ്ടർ ആണെങ്കിൽ അഗ്നി അവിടെ ഇറങ്ങും. എവിടെ നോക്കിക്കോ, അബ്രഹാം ഒക്കെ യാഗം അർപ്പിച്ചപ്പോൾ ദൈവം അതിനെ തീ കൊണ്ട് ഉത്തരം അരളി. അകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് വരും നമുക്ക്, നമ്മൾ ശരിക്കും സമർപ്പിച്ചെങ്കിൽ. തെരഞ്ഞെടുപ്പ് ചെറുപ്പക്കാരോട് പറയുന്ന മീറ്റിങ്ങുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനെ നിങ്ങൾ വിട്ടുകൊടുക്കുക. ചിലപ്പം ചില റോങ് എന്ന് വെച്ചാൽ അവിശ്വാസിയായിട്ടൊക്കെ, അല്ലെങ്കിൽ വിശ്വാസി കാര്യത്തിലാട്ടെ, ചില പെൺകുട്ടികളോടൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും. അത് വിടുതൽ കിട്ടണമെന്ന് ചിലർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഇടുന്ന യൂത്ത് ക്യാമ്പിൽ ഇടാറുണ്ട്. അപ്പൊ പറയാം, അതിനും ആദ്യമായിട്ട് ഞാൻ അതിനെ വിട്ടുകൊടുക്കാൻ ദൈവം സഹായിച്ചിട്ട് ഞാൻ വിട്ടുതരാം എന്നല്ല പറയേണ്ടത്. ആദ്യം വിട്ടുതരുന്നതും ദൈവത്തോട് പറ, അത് കഴിഞ്ഞ് ദൈവം ശക്തി തരും. അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അമാനുഷികമായിരിക്കുന്ന ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വരുന്നതായിട്ട് കാണാം. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എഗെയിൻ നമ്മൾ പോയിന്റ് പറയുന്ന ഒരു പ്രസംഗമായി മാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവെ കുറച്ച് പോയിന്റ് ആണോ പറയണ്ടേ, അതോ കേൾക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തിനെ അനുസരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്ന രീതിയിൽ പ്രചോദനം കിട്ടുക എന്നുള്ളതാണല്ലോ ഞാൻ നൽകേണ്ടത്. അപ്പൊ എൻ്റെ ലൈഫിൽ അത് വന്നാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എൻ്റെ ലൈഫിന്റെ സീരിയസ്നെസ് കിട്ടാൻ വേണ്ടി ദൈവം ഇടപെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് ഈ 130 സങ്കീർത്തനം വായിക്കാം. നമ്മളെല്ലാവരും അത് പറയാറുള്ള ഒരു കാര്യമാണല്ലോ, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. 130 സങ്കീർത്തനം. കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിക്കണമേ. നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും, അല്ലെങ്കിൽ നിന്റെ മുമ്പാകെ ആർ നിലനിൽക്കും. 4-ാം വാക്യത്തിൽ, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നതിന്റെ കാരണം അവനെ ഭയപ്പെടാൻ വേണ്ടിയാണ്, അവനെ കൂടുതൽ അനുസരിക്കാൻ വേണ്ടിയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രയേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവ കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രയേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യഹോവ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബലഹീനതയുടെ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആഴത്തിൽ നമ്മൾ നിലവിളിക്കും. ഈ ആഴം എന്ന് പറയുമ്പം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഈ ബലഹീനനാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ ജനറലി ഒക്കെ പറയും, കർത്താവെ എനിക്ക് ഒരു വിജയം വേണമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഒരു 20 അടി താഴ്ചയിലാണ് ഞാൻ കിടക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നെ പെട്ടെന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് അഗാധമായൊരു കുഴിയത്ര, വളരെ ആഴത്തിലത്ര ഞാൻ കിടക്കുന്നത്, ഈ ആഴത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ, ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഈ ദൈവം ബലഹീനനാക്കാനായിട്ട് നമ്മളെ മുന്നോട്ട് നടത്തുമ്പോൾ നമ്മളെ ഉന്തിത്തള്ളിയിടുക അല്ല ചെയ്തത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അറിവില്ല നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു 20 അടി താഴ്ചയില്ല, മറ്റുള്ളവരെ കരകൾ എത്രയോ ഭേദമാണ്, അവരെക്കാട്ടൊക്കെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്, അവരൊക്കെ 30 അടി താഴ്ച, ഞാൻ 20 അടിയില്ല. പക്ഷെ ആക്ച്വലി എൻ്റെ വീഴ്ചയും അവൻ്റെ വീഴ്ചയും എല്ലാം കണക്കാണ്. ഞാനുള്ള അത്യഗാധമാണ്, നമുക്ക് വാസ്തവല്ല എൻ്റെ പടിയൊന്നും എണ്ണാൻ പറ്റില്ല, അത്രയും ആഴത്തിലാണ് നമ്മൾ കിടക്കുന്നത്. ഈ സങ്കീർത്തനക്കാരൻ അത് മനസ്സിലായി. അവൻ പറഞ്ഞ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കും. നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിന്റെ ഒരു കാരണം, നമ്മുടെ ആഴങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. ഒരു ബലഹീനൻ നിലവിളിക്കുന്നതും, ഇപ്പം നാളെ ഒരു ഓപ്പറേഷൻ വേണം, എമർജൻസി ഓപ്പറേഷനാണ്, അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾ വന്ന് പൈസ ചോദിക്കാന്ന് വിചാരിക്കും. അവൻ പൈസ ചോദിക്കുമ്പോൾ, നാളെ എനിക്കൊരു കുറച്ച് ഒരു 5000 രൂപ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണോ. അപ്പം നമ്മൾ പറയാം, അയ്യോ എൻ്റെ ഇല്ല, എന്നാൽ വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയും ചെയ്യും. അതേസമയം നാളെ വേറെ എവിടെ നിന്ന് കിട്ടാൻ ഒരു മാർഗമില്ല, അവൻ വന്ന ഒരു 5000 രൂപ ആ നിസ്സഹായാവസ്ഥ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പറച്ചിലാണോ?
ആ പറച്ചിലൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട് അങ്ങനെ പറയുന്ന കർത്താവേ, നീ ഇല്ലെങ്കിൽ എനിക്ക് വേറൊരാളുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, അവിടെ നിങ്ങളുടെ അടുത്തുള്ള ഒരാള് 5000 രൂപ ഉണ്ടോ എന്ന് നമ്മൾ തരാൻ ബാധ്യസ്ഥനായെന്നുള്ള മട്ടിലൊക്കെ ആള് ചോദിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കലൊക്കെ നമ്മുടെ നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ നമ്മൾ നോക്കി ഒത്തിരി നീളങ്ങൾ നമുക്കുണ്ട്, നമുക്കത് കാണാൻ പറ്റും. അതേസമയം ഒന്നുമില്ലാത്ത ഒരാള് ഇനി ഇല്ലാന്ന് പറഞ്ഞ അയച്ചാലും ആ പടിവാതിക്കൽ അവൻ നിൽക്കും. കാരണം എന്ന് വെച്ചാൽ വേറെ വഴിയൊന്നുമില്ല. നാണക്കേടാണ് രണ്ടാമത് ചോദിക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ എങ്ങോട്ട് പോകാനാ, വേറെ ആരും എനിക്കില്ല, അവിടെ തന്നെ കാണും. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരാളെ ദൈവം കടാക്ഷിക്കും, അവന് അവന്റെ ശക്തി അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മടുത്തിട്ടിട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ദൈവം നമ്മൾ 20 അടി നിൽക്കുന്നു നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടി ഞാൻ കിടക്കുന്നത് 1000 അടിയിലാണെന്ന് വിചാരിക്കും. ഈ 1000 അടിയിലാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ദൈവം എന്നെ പ്രത്യേകമായ സാഹചര്യത്തിലൂടെ, ചിലപ്പോൾ ഇൻസൾട്ടിന്റെയോ ബുദ്ധിമുട്ടിന്റെയോ കയ്യേറ്റത്തിന്റെ അനുഭവങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ അവിടെ തെറ്റായിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഞാൻ ബലഹീനനല്ല എന്ന് മനസ്സിലാവും. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ അറിയുന്നത്. ബലഹീനനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ജഡപ്രകാരം ഉള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഉള്ള ആ ഒരു ബലഹീനനല്ലെന്ന് ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ ബലഹീനനാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ ആ 5000 രൂപ ചോദിക്കാൻ വന്ന ആളെ 2ാം പ്രാവശ്യം വന്നപ്പം നമ്മൾ ആട്ടി വായിക്കുകയാണെങ്കിലും അവൻ പോകത്തില്ല, അവിടെ തന്നെ നിൽക്കും. നമ്മൾ അവനെ കുറെ അരിച്ചുമൊക്കെ പറഞ്ഞ്, ഇന്നലെ നീ വന്നല്ലേടാ, ഇന്നാളും വന്നതല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ കുറെ വഴക്കൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. എന്നാലും അവിടുന്ന് പോവില്ല. കാരണം എന്ന് വെച്ചാൽ അവന് നാളത്തെ കാര്യം നടന്നേ മതിയാവും. അവൻ കംപ്ലീറ്റ്ലി അവന്റെ പോക്കറ്റ് കാലിയാണ്. ഈ 2 കാരണങ്ങളാൽ അവൻ വിട്ടുപോകത്തില്ല. അതുപോലെ നമ്മുടെ ലൈഫിനകത്തും ദൈവത്തിന് മുമ്പാകെ എനിക്കിത് കിട്ടിയേ മതിയാവുള്ളൂ, എനിക്കിനി മുന്നോട്ടൊരടി പോകാൻ പറ്റില്ല, എനിക്കിനി ഈ അപമാനം, അങ്ങയുടെ നാമത്തെ അപമാനപ്പെടുത്തുന്ന ജീവിതം എനിക്കിനി വേണ്ട, എന്ത് വിലയും ഞാൻ അതിന് തയ്യാറാണ്, ഏത് അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകാൻ തയ്യാറാണ്, ഏത് നിന്ദയുടെ അവസ്ഥയിലൂടെയും കടന്നു പോകാൻ ഞാൻ തയ്യാറാണ്. എത്രമേൽ ചെറുതാവണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അവിടെയൊക്കെ ഞാൻ ചെറുതാവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഗാ ചർച്ചിലൊന്നും ചെറുതാകാനുള്ള അവസരങ്ങളില്ല. ഒരവസരം കൂടെ നമുക്ക് കിട്ടേണ്ട എന്നാന്ന് അറിയാനായിട്ട്. അപ്പം നമുക്ക് അവസരങ്ങൾ തരുന്നത് കുറച്ച് പേരായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടങ്ങളിലായിരിക്കും കിട്ടുന്നത്. ഒരുമിച്ച് ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു കൺവെൻഷൻ വന്നു, അല്ലെങ്കിൽ ചെറിയ നമ്മളൊരു മീറ്റിംഗ് നടത്തുന്നു. അപ്പം എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി ഒക്കെ കൊടുത്തു. അപ്പോൾ ചിലർക്ക് തീരെ പിടിക്കുന്നില്ല. പണ്ട് ഞാൻ ബാംഗ്ലൂർ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കലം കഴുകാൻ, ചോറ് വെച്ച പാത്രം കഴുകാനാണ് തന്നത്. എനിക്ക് ആ ജോലി തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം വല്ല കസേര ഇടുന്ന പരിപാടിയൊക്കെ ആയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. അല്ല മൈക്ക് സെറ്റിന്റെ അടുത്തിരിക്കുക, ബുക്ക് സ്റ്റാളിന്റെ അടുത്തിരിക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാരെ മുമ്പാകെ അതിനും ഒരു മാനമുണ്ട്. ഇത് കിച്ചണകത്ത് കയറി കരിയെല്ലാം കൂടെ കഴുകണം എന്നുള്ള ജോലി കോഴിക്കോട്ട് നിന്ന്. അപ്പം ഞാൻ ചിന്തിച്ച്, കോഴിക്കോട്ട് നിന്ന് ഞങ്ങൾ ഇത്രയും വന്നാണെങ്കിലും ഈ സഹോദരന്മാർ ചിന്തിക്കണ്ടേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആ എതിർപ്പിന്റെ ആത്മാവിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിവെച്ച് അത് പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യാനായിട്ട് ആദ്യം വരില്ല. ആദ്യം എല്ലാം തുടങ്ങുന്നത് വിമിഷ്ടത്തോടെ തന്നെയായിരിക്കും. പക്ഷെ അത് ദൈവം നമ്മളെ കോൺകർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ആ വിശാലത, നമുക്കറിയാം അവൻ എന്നെ വിശാലതയിലേക്ക് നടത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം കുറച്ച് ഇടുക്കങ്ങളൊക്കെ മാറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇടുക്കത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിശാലത എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അവിടെ എനിക്ക് ഇടുക്കമില്ലാതെ, പരാതിയില്ലാതെ, പിറുപിറുപ്പില്ലാതെ എനിക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞ് ദൈവം പിന്നെയും ദൈവം നോക്കി കാണുന്നത് പോലെ കാണുകയും ദൈവത്തിന്റെ ആ ശക്തി അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, കാരണം ഇത് ഡിവൈൻ നേച്ചറാണ്. ഒരു കൊച്ചു കാണാൻ മേലെ അതിനോട് പറയാം, വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം, നീ ആ പുസ്തകങ്ങളൊക്കെ പറക്കി വെച്ച് എല്ലാം അടുക്കിയിട്ട് ബെഡ് ശരിയാക്കിയിട്ട് ഇതെല്ലാം പറയാൻ ചെയ്യാൻ ഭയങ്കര വിഷമമാണ്, എന്നാൽ അന്ന് വൈകിട്ട് ഞാൻ പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു നോക്കി, എന്ത് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. എവിടുന്ന് എനർജി കിട്ടിയായി? വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലൂടെ അവന് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അവന് കിട്ടിയപ്പോൾ അവൻ്റെ ലൈഫിലെ ബേർഡൻ എല്ലാം പോയി. നമ്മുടെ ജീവിതത്തിൽ അകത്തൊരു ദർശനം കിട്ടുമ്പോൾ ഇതൊക്കെ സഹിക്കാൻ നമുക്ക് എളുപ്പം കഴിയും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കും. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നുണ്ട്, 6ാം വാക്യത്തിൽ പറയുന്നത്, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഏതൊരു കാവൽക്കാരനോടും അവൻ സമയം എത്രയാന്ന് ചോദിക്കുന്നത്
നേരം വെളുത്താ വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ നേരം വെളുക്കും എന്നുള്ള കാര്യത്തിൽ അവന് നല്ല ഉറപ്പാണ്. ഏതൊരാൾക്കും അങ്ങനെയാണ്. നമ്മൾ ആരും വിചാരിക്കുന്നില്ല നാളെ സൂര്യൻ ഉദിക്കാതിരിക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല. അതുപോലെ ഒരു ഉറപ്പ് നമുക്കുണ്ട്. ദൈവം നമ്മളെ സഹായിക്കും. ഈ കാര്യത്തിൽ എനിക്ക് വിടുതൽ കിട്ടും. ഞാൻ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കും. അവന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഞാൻ ഇക്കാര്യത്തിലൊക്കെയും ജയാളിയായി തീരും എന്ന് അവൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവന് നല്ല ഉറപ്പുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇസ്രയേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുള്ളതെന്ന് വെച്ചാൽ അവൻ അവിടെ ഒരു സാക്ഷ്യം പറയുകയാണ് മറ്റുള്ളവരോട്. യഹോവയിൽ തന്നെ നീ വേറെ എവിടെ നീ ആശ്രയിക്കേണ്ട കേട്ടോ. കർത്താവ് സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. നീ അവിടെ തന്നെ പ്രത്യാശ. അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവനെ ഉദ്ധരിക്കാനായിട്ട് അവന്റെ പക്കൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അവന് അളവില്ലാത്ത രീതിയിൽ അവൻ ശക്തിയുള്ളവനത്രേ. ഏതൊരവസ്ഥയിൽ നിന്നും ഏത് കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ വലിച്ചു കയറ്റാനായിട്ട് അവന് കഴിയും. അത് കഴിഞ്ഞ് അവൻ പറയണ, അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. വേറെ പറഞ്ഞ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. അവനെ വേർതിരിച്ചു കൊണ്ടുവന്നതാണ് അവരെ അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ വീണ്ടെടുക്കാൻ അവനോട് തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു 130 കുറച്ച് 2-3 സങ്കീർത്തനങ്ങൾ വായിച്ചും പറയുന്നുണ്ട്, യെരൂശലേമിനെ ഞാൻ ഇച്ഛിച്ചിരിക്കുകയാണ് എൻ്റെ നിവാസമായിട്ട്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ആക്കും. അതിൻ്റെ അകൃത്യത്തെ പോക്കും. അവിടെ ഞാൻ വസിക്കും. അത് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് മനുഷ്യരവിടെ ഒന്നും ചെയ്തിട്ടില്ല, ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇച്ഛ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. നമ്മളെ ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഇച്ഛയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അവനൊന്ന് വിട്ടുകൊടുത്തേച്ചാൽ മതി. വിട്ടുകൊടുത്താൽ ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും യഥാസ്ഥാനപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ദൈവത്തിന്റെ വഴി നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് ദൈവം നമ്മളോട് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവരെപ്പോഴും ആവുന്നത് ശ്രമിക്കും. പ്രത്യേകിച്ച് കയ്പുള്ള മരുന്ന് ആവുന്നത് ശ്രമിക്കും. അവര് തുപ്പിക്കളയാൻ ശ്രമിക്കും. വായിൽ ഇറക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മയപ്പൻ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് തുപ്പിക്കളയാൻ ശ്രമിക്കും. അവർക്കൊരിക്കലും ഒരു ബോധമില്ല. അതേസമയം വലിയ പ്രായമുള്ള ഒരാളുടെ അടുക്കൽ ആരാ ബലം പ്രയോഗിച്ച് മരുന്ന് കുടിപ്പിക്കുന്നത്? അവർക്കറിയാം, അവരുടെ അസുഖത്തിന്റെ സീരിയസ്നെസ് അവർക്കറിയാം. ഈ മരുന്ന് അതിനുള്ളതാണെന്നറിയാം. ഈ മരുന്നല്ലാണ്ട് വേറെ മരുന്ന് ഇല്ലാന്നറിയാം. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നാണെന്നറിയാം. ഇത് കഴിച്ചാൽ മാത്രമേ എനിക്ക് വിടുതലുള്ളൂ എന്നും അറിയാം. അതുകൊണ്ട് നമ്മളത് കഴിക്കുന്നു. അതേസമയം ഒരു കൊച്ചിന് ആ ബോധമില്ലാത്തത് കൊണ്ട് അത് തുപ്പുന്നു, എതിർക്കുന്നു, എല്ലാ വിധത്തിലും എടുക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വഴികൾ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്, തിരിച്ചാ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് അവന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൃപ തരാൻ പറ്റുന്നില്ല, ശക്തി അയക്കാൻ പറ്റുന്നില്ല, നമ്മളെ ഉന്നതങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. വാഹനമേറി ഓടിക്കണം എന്ന ആഗ്രഹം. പക്ഷെ നമ്മൾക്ക് അതിനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തെറ്റായിട്ട് പ്രതികരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂളിലേക്ക് വിട്ട കുട്ടിയുണ്ടല്ലോ, അവനൊരിക്കൽ ബോധം വന്നപ്പോഴത്തേക്ക് അവൻ പഠിക്കാനായിട്ട് ഉത്സാഹമായി, ഭയങ്കര പഠിത്തമായി. അങ്ങനെ പഠിത്തം നന്നായിട്ട് ചെയ്യുന്നു തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വിഷയത്തിൽ വീക്കാന്ന് തോന്നിയാൽ അതിനും അവന് 100% തന്നെ കിട്ടാൻ വേണ്ടി ഒരു ട്യൂഷൻ സെന്ററിൽ അയക്കാനും പൈസ മുടക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. ആ കൊച്ചിന് വേണ്ടി എക്സ്ട്രാ എന്ത് ചെയ്യാനും തയ്യാറാണ്. എൻ്റെ അപ്പം പണ്ട് വീട്ടിൽ വെച്ച് പറയാറുണ്ടായിരുന്നു, എൻ്റെ പെങ്ങന്മാരൊക്കെ നന്നായിട്ട് പഠിക്കും. അപ്പം അല്ലെങ്കിൽ അവർ വന്നിരുന്ന് കുത്തിയിരുന്ന് പഠിക്കും. ഞാൻ അങ്ങനെ അധികം അങ്ങനത്തെ ഇരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് പറയും, എനിക്ക് പൈസ ഇല്ലെങ്കിലും തെണ്ടി ആയാലും എൻ്റെ പെൺപിള്ളേരെയൊക്കെ ഞാൻ എത്തേണ്ടിടത്ത് ഞാൻ എത്തിക്കുന്നു എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, അവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പൈസ ഇല്ലെങ്കിൽ അങ്ങനെ പോലും ഞാൻ ചെയ്താലേ പഠിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക്, അതായത് നമുക്കൊരു മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ അത്ര കണ്ടൊരു മനുഷ്യൻ, ഭൂമിയിലുള്ളൊരു മനുഷ്യൻ ചെയ്യാൻ തയ്യാറാകുന്ന സമർപ്പണമുള്ളവനായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ആഗ്രഹത്തിന്റെ നാമ്പുകൾ കണ്ടാൽ എത്രയധികം നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനവും എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് ദൈവം എത്രയധികം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെലവിടും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ബലഹീനനാകാനായിട്ട് ഇഷ്ടപ്പെടാം. അതിനെക്കുറിച്ചൊരു ദൈവം കാണുന്നത് പോലെ ദൈവത്തിന്റെ ഇടപെടലുകളെ നോക്കി കാണാനുള്ള ഒരു കണ്ണ് തരാനായിട്ട്, പ്രകാശിക്കാനായിട്ട് പറയാം. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാരമെല്ലാം പോകും. നമുക്ക് ഈ വിമിഷ്ടങ്ങളൊക്കെ അങ്ങ് പോകും. ദൈവത്തിന്റെ ഡീലിങ്സിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എളുപ്പം, നമ്മൾ ഒരു കൊച്ചു വിമിഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം കൊച്ചു താഴ്ത്തുന്നു.
നമുക്ക് വിമ്മിഷ്ടമില്ല, പരാതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിനയപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഈൽഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, നമ്മൾ താഴാൻ തുടങ്ങിയിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് എതിർപ്പുകൾ ഇല്ലാതെയായിത്തീരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും ജീവനും ഒക്കെ സമൃദ്ധിയായിട്ട് നിറയും. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുപോകുന്നവരായിരിക്കും. നമ്മൾ ഇടപെടുമ്പോഴൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ദൈവത്തിന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാ, ദൈവസന്നിധിയിൽ എനിക്ക് ജീവിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകണം, നിന്റെ സന്നിധി എൻ്റെ പ്രമോദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടുമൊക്കെ പാടാറുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയാ ദൈവം തരുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ വിചാരം നമുക്ക് വൈകാരിക തലങ്ങളിൽ അനുഭവിക്കുന്ന ചില ഫീലിങ്സ് ആണ് ദൈവ സാന്നിധ്യം എന്നാണ്. അതല്ല, അത് ആന്തരികമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മുടെ അന്തർഭാഗത്ത് അനുഭവിക്കുന്ന ഡീപ്പ് റെസ്റ്റാണ്. അത് ശരിയായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ആ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് ദൈവത്തിന്റെ ബോധം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവന്റെ ഡീലിങ്സ് ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ഈൽഡ് ചെയ്യാൻ തുടങ്ങും. അതുവഴി നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. സ്പിരിച്വൽ ഗ്രോത്ത് ഒരിക്കലും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബേസ് ചെയ്തിട്ടല്ല. പിശാചിനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അറിവിൽ നമ്മൾ സന്തോഷിക്കരുത്, മറിച്ച് ആത്മീയ പരിജ്ഞാനത്തിൽ വേണം. ഈ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ പറഞ്ഞു. വിശ്വാസികളോട് പറയുക, നിങ്ങൾക്ക് അറിവുണ്ട്, പക്ഷെ അത് പരിജ്ഞാനം, അതായത് അപ്ലൈഡ് നോളജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തുമ്പോൾ ആ ഓരോ സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധത്തിൽ നിങ്ങൾ വളരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാകുന്നത്. അങ്ങനെ വളരുന്ന ഒരു കൂട്ടമാണ് കർത്താവിന്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സിയോനെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം സന്തോഷ് കുനൻ ഒരു മെസ്സേജ് ലണ്ടനിൽ കൊടുത്തതിനകത്ത് പറഞ്ഞായിരുന്നു, യേശുക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ ശിമയോനും അതുപോലെ ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകയ്ക്ക് കഴിഞ്ഞെന്ന് 84 വയസ്സുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ആത്മീയമായ വിവേചന ശക്തി ഒട്ടും കുറഞ്ഞില്ല. ഭൗതികമായിട്ട് കണ്ണുകളൊക്കെ ചിലപ്പോൾ മങ്ങിപ്പോയായിരിക്കും, പക്ഷെ ആത്മാവിൽ അറിയായിരുന്നു. അതുപോലെ ആ രണ്ട് ദമ്പതികൾക്കും അറിയാമായിരുന്നു. അവരുടെ ജീവിതത്തിലും അവര് കർത്താവിനെ തിരിച്ചറിഞ്ഞ അവൻ പ്രവചിച്ചു പറഞ്ഞു ഈ കുഞ്ഞിനെ കുറിച്ച് എടുത്തിട്ട്. ഇവൻ മറിയയ്ക്ക് പോലും അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ അവന്റെ അപ്പനും അമ്മയും അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യട്ടെ. ബലഹീനതകളിലേക്ക് നമുക്ക് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വിളിക്കായി അങ്ങേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. അനേക ബില്യൺസ് ഓഫ് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്, ഇപ്പോഴുണ്ട്. എന്നാൽ കർത്താവെ, അങ്ങയുടെ വഴി തിരിച്ചറിയാനും അങ്ങയെ ദൈവമായി അറിയാനും അങ്ങയുടെ മക്കളായി തീരാനും ഭാഗ്യം കിട്ടിയവരുടെ എണ്ണം എത്രയോ കുറവാണ്. അതിലും അങ്ങയുടെ വഴികൾ തിരിച്ചറിഞ്ഞ് ആ പാതയിലൂടെ പോകുന്നവർ, അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ടി പോകുന്നവർ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവർ, ദാഹിക്കുന്നവരുടെ എണ്ണം എത്രയോ കുറവാണ്. ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പാകെ ഞങ്ങൾക്ക് വലുതായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചാരമാക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യർത്ഥതയും മൂഢതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിൽ ഇരുട്ട് നീങ്ങിപ്പോയി വെളിച്ചം പ്രകാശിക്കാനിടയായി തീരണം. ഈ ലോകത്തിൽ ഉന്നതമായിരിക്കുന്നതും മനുഷ്യന്റെ ജഡത്തിൽ വലുതെന്ന് വിചാരിക്കുന്നതും ഇല്ലാതെ പോയാൽ നിവൃത്തിയില്ല എന്ന് വിചാരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ ജീവിതം കളയുവാൻ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഇക്കാര്യത്തെ തീർത്തും ബലഹീനരാണ്. ഒരു കാര്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഈ ഭൂമിയിൽ ഏതുമില്ലാത്തതിനെയും ഒന്നിനും കൊള്ളാത്തവരെയും നികൃഷ്ടവും നീചവുമായതിനെയും എടുത്തിട്ട് അവരിൽ ഈ ദൈവത്തിൻ്റെ കൃപയുടെ പ്രവൃത്തി ചെയ്തെടുക്കാൻ നാം ആഗ്രഹിക്കുന്നു. വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനുമായിട്ട് അവർ തീരേണ്ടതിന് വേണ്ടി ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ളവരെ അങ്ങ് വേർതിരിച്ചല്ലോ. ആ കൂട്ടത്തിൽ ഞങ്ങളും പെട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മുൻപം ഓടിയിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരിൽ നിന്ന് പകരപ്പെട്ട ദർശനവും ജീവനും ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യബോധത്തോടെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളും
ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദർശനത്തോട്ടുള്ള ബന്ധത്തിലായിരിക്കാനും അത് പൂർത്തീകരിക്കാൻ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ സഹായിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ചുവടുവയ്പ്പുകൾ വയ്ക്കുവാൻ അവിടുത്തെ കൃപ തരണമേ, ജ്ഞാനം തരണമേ, അന്തർഭാഗത്ത് തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ആ പുതിയൊരു കണ്ണോടുകൂടെ ഞങ്ങൾക്ക് എല്ലാം നോക്കിക്കാണാനും ആത്മാവിൽ പ്രതികരിക്കുവാനും ആത്മാവിന്റെ ജ്ഞാനത്തിൽ പ്രതികരിക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശരീരത്തെ അങ്ങ് പണിയണമേ. അങ്ങ് വരുമ്പോൾ അങ്ങേക്കായി കാത്തിരിക്കുന്ന അങ്ങയുടെ വധുവിനെ എടുക്കാനാണല്ലോ അങ്ങ് വരുന്നത്. അങ്ങയുടെ കാന്ത ലോകത്തിന്റെ കാര്യങ്ങളിലല്ലോ വ്യാപൃതമായിരിക്കുക, മറിച്ച് അങ്ങേക്കുള്ളതിലായിരിക്കും ഇരിക്കുക. യേശുവും തന്റെ മാതാപിതാക്കളോട് പറഞ്ഞത് ഓർക്കുന്നു, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ആകയാൽ കർത്താവെ, ഞങ്ങൾ അങ്ങേക്കുള്ളതിൽ ഞങ്ങളുടെ മനസ്സിരിക്കുവാൻ തക്കണം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകയിലെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശരീരമായിട്ട് അത് പണിയപ്പെടാൻ തലയോട് ഏകീഭവിച്ചും അവയവങ്ങൾ തമ്മിൽ ദൈവത്തിന്റെ ജീവനിലുള്ള വളർച്ചയിൽ അതിൽ നിന്ന് വരുന്ന ജീവനെ കൊണ്ട് പരസ്പരം ശുശ്രൂഷിച്ചും ബലപ്പെടുത്തിയും വെല്ലുവിളിച്ചും മുന്നോട്ട് പോകാൻ തക്കണം. കർത്താവെ, അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ഹിതമാണല്ലോ. കർത്താവെ, ഈ അങ്ങയുടെ വരവെങ്കിൽ അങ്ങേക്കായി കാത്തിരിക്കുന്നവരെയാണല്ലോ ചേർക്കാനാണല്ലോ അങ്ങ് വരുന്നത്. അതുകൊണ്ട് ഒരുക്കപ്പെട്ട ഹൃദയവും കാത്തിരിക്കുന്ന വാഞ്ചയുള്ള ഹൃദയവും എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം തന്ന കർത്താവെ, അങ്ങയുടെ വരവനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ സഹോദരന്മാരെയും വിശേഷാൽ ഉത്തരവാദിത്തമുള്ളവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ നടത്തിപ്പും ചൈതന്യവും ജീവനും ദർശനവും എല്ലാം തന്ന് കർത്താവെ ഞങ്ങളെ നയിക്കണമേ, യേശുവിന്റെ നാമത്തിൽ.